Hello everyone, welcome back to the channel. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 3 ഇംഗ്ലീഷ് ചാപ്റ്റർ 1ൻ്റെ ആക്ടിവിറ്റീസ് ആണ്. സോ ചാപ്റ്ററിൻ്റെ പേരാണ് ദ ടെൻഡർ ടച്ച്. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബലൂണിൻ്റെ താഴെയുള്ള വാക്കുകൾ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ്, അതായത് റൈമിംഗ് വേർഡ്സ് ചൂസ് ചെയ്തിട്ട് ആ ബലൂണിനൊക്കെ സെയിം കളർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കളർ എന്താണ്? ഗ്രീൻ ആണല്ലേ. അപ്പോൾ ഫ്രൗൺ എന്തിൻ്റെ കൂടെയാണ് റൈം ചെയ്യുന്നത്? ഫ്രൗൺ റൈംസ് വിത്ത് ഡൗൺ അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ ബലൂണിന് ഗ്രീൻ കളർ കൊടുക്കും. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഹോൾഡ്. ഹോൾഡ് എന്തുമായിട്ടാണ് റൈം ചെയ്യുന്നത്? ഹോൾഡ് റൈംസ് വിത്ത് ഗോൾഡ്. അപ്പം ഞാൻ ഈ ബലൂണിന് യെല്ലോ കളർ കൊടുക്കണം. പിന്നെന്താ മൂന്നാമത്തേത്? ഹാൻഡ്. ഹാൻഡ് എന്തുമായിട്ടാണ് റൈം ചെയ്യുന്നത്? ഹാൻഡ് അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എന്നാണല്ലേ രണ്ടിൻ്റെ പേരിൻ്റെ. അപ്പോൾ നമ്മൾ ഈ ബലൂണിന് ബ്ലൂ കളർ കൊടുക്കും. സെക്കൻഡ് ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൻ ഇൻ ദ ബോക്സ്. അപ്പോൾ ഫസ്റ്റ് പോയം എന്താണെന്ന് വായിച്ചു നോക്കാം. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. എൻ്റെ ഫ്രണ്ട് ഒരു ഗാർഡനിൽ പറന്ന് നടക്കുന്ന പൂമ്പാറ്റയെ പോലെയാണ്. സെക്കൻഡ് എന്താ? മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. കാട്ടിൽ ഡാൻസ് ചെയ്യുന്ന പീകോക്കിനെ പോലെയാണ്. അപ്പോൾ ഇനി എന്താ വരുക? മൈ ഫ്രണ്ട് ഇസ് ലൈക്ക്, ഫസ്റ്റ് വേർഡ് എന്താണ്? ട്രീ. ട്രീ എവിടെയാണ് ഉണ്ടാവുക? ട്രീ സ്വേയിങ് ഇൻ ദ വിൻഡ്. കാറ്റത്താടുന്ന മരം പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ലൈക്ക് ട്രീ swaying in the wind. Okay, next എന്താ? my friend is like എന്ന് ആദ്യം എഴുതുക. എന്താ വരിക? ബോട്ട് അല്ലേ. ബോട്ട് എവിടെയാണ് ഉണ്ടാവുക? ഫ്ലോട്ടിങ് ഇൻ ദ റിവർ. ബോട്ട് റിവറിലാണ് ഉണ്ടാവുക. അപ്പം മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിങ് in the river. Okay, പിന്നെന്താ വരിക? ഫ്ലവർ. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. ഫ്ലവർ എവിടെ ഉണ്ടാവുക? ഗാർഡനിലാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. ഇനി എന്താ അവസാനമായിട്ടുള്ളത്? സ്റ്റാർ അല്ലേ. സ്റ്റാർ എവിടെയാണ് ഉണ്ടാവുക? സ്കൈയിലാണ് ഉണ്ടാവുക. സോ മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. അപ്പം അതുകൂടെ എഴുതുക. മൈ ഫ്രണ്ട് ഇസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് in the sky. Okay, next activity, let's discuss what does your mother do at home. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പറയുക? അമ്മ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാറ്? ഈ പിക്ചർ നോക്കുകയാണ്. ക്ലീനിങ് ആണ് ചെയ്യുന്നത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ക്ലീനിങ്, കുക്കിംഗ്, അതൊക്കെ അമ്മ ചെയ്യുന്നു പറയാം. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? അഗൈൻ നമുക്ക് എന്തെഴുതാം? കുക്കിംഗ്, ഗാർഡനിങ് എഴുതാം. ഡു യു ഹെൽപ്പ് യുവർ പേരൻസ്? ഹൗ? നമുക്ക് എഴുതാം യെസ് ഐ ഹെൽപ്പ് മൈ മദർ ഇൻ വാഷിംഗ് the dishes. I help my father in gardening. Okay, അപ്പോൾ നമ്മൾ എന്തെഴുതാം? യെസ് ഐ ഹെൽപ്പ് മൈ മദർ ഇൻ വാഷിംഗ് ദ ഡിഷസ്. ഐ ഹെൽപ്പ് മൈ ഫാദർ ഇൻ ഗാർഡനിങ്. ആക്ടിവിറ്റി 4, റൈറ്റ് സാഷാസ് തോട്ട്സ്. Sasha offered an unniyapam to the girl, but the girl ran away without accepting it. What could be Sasha's feelings? അപ്പോൾ സാഷ ഒരു കുട്ടിക്ക് ഉണ്ണിയപ്പം കൊടുക്കുകയാണ്. പക്ഷേ ആ പെൺകുട്ടി ആ ഉണ്ണിയപ്പം എടുക്കാതെ ഓടിപ്പോവും. അപ്പോൾ സാഷയുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് എന്തെഴുതാം? ഐ ഫീൽ സാഡ്. നമ്മൾ സാഷയായിട്ടാണ് എഴുതുന്നത്. I feel sad. I wonder why
the girl did not accept the ഉണ്ണിയപ്പം. Activity 5. Sasha told Anu teacher about Kavita. Write the conversation between Sasha and her teacher. എന്താ നമുക്ക് എഴുതാൻ പറ്റുക? ടീച്ചർ, ഓൺ എ വേ ഹോം വി സോ എ ഗേൾ. അപ്പോൾ ടീച്ചർ എന്താ പറയുക? ഓ, വാട്ട് വാസ് ഷീ ലൈക്ക്? അവൾ എങ്ങനെയായിരുന്നു? എങ്ങനത്തെ കുട്ടിയായിരുന്നു? വാസ് ഷീ ലൈക്ക്? അല്ലെങ്കിൽ ഷീ സീംഡ് വെരി ക്യൂരിയസ്. വെരി ക്യൂരിയസ്. അപ്പോൾ നമുക്ക് ടീച്ചർ പറയുന്നതായിട്ട്, ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ സ്കൂളിൽ പോകാറുണ്ടോ? ഡസ് ഷീ ഗോ ടു സ്കൂൾ? അപ്പോൾ നമുക്ക് എഴുതാം, സാഷ പറയുന്നത്, നോ മാം, നോ മാഡം, ഐ വാണ്ടഡ് ടു ആസ്ക് if we can admit her into our school. ഓക്കെ, അപ്പോൾ എന്താണ് കോൺവെർസേഷൻ വരുന്നത്? സാഷി എന്താ പറയുന്നത്? ടീച്ചർ, ഓൺ എ വേ ഹോം വി സോ എ ഗേൾ. അപ്പോൾ ടീച്ചർ പറയും, ഓ വാട്ട് വാസ് ഷീ ലൈക്ക്? അവൾ എങ്ങനെയായിരുന്നു? സാഷ പറയും, ഷീ സീംഡ് വെരി ക്യൂരിയസ്. അവൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ നല്ല താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ എന്താ പറയുക? ഡസ് ഷീ ഗോ ടു സ്കൂൾ? അവൾ സ്കൂളിൽ പോകാറുണ്ടോ? അപ്പോൾ സാഷ പറയും, നോ മാഡം, ഐ വാണ്ടഡ് ടു ആസ്ക് ഇഫ് വി ക്യാൻ അഡ്മിറ്റ് ഹെർ ഇൻ ടു അവർ സ്കൂൾ. അവളെ നമ്മൾ സ്കൂളിലോട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുമോ, അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ചോദിക്കണമായിരുന്നു. അപ്പോൾ ടീച്ചർ എന്താ പറയുന്നത്? ഡോണ്ട് വറി, ആ ഹെഡ് മാസ്റ്റർ ഇസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോൺടാക്ട് ഹിം. ഇന്ന് നമ്മുടെ ഹെഡ് മാസ്റ്റർ പുറത്ത് പോയിരിക്കുകയാണ്, ഞാൻ കോൺടാക്ട് ചെയ്ത് നോക്കാം. ആക്ടിവിറ്റി 6. Miss Anupama started messaging the headmaster. Select suitable dialogues and fill up the chat box. അപ്പോൾ ഇതൊരു ചാറ്റാണ്, ഇത് കംപ്ലീറ്റ് ചെയ്യാണ് പറയുന്നത്. ഹലോ സർ, ഹലോ സാറിന് എന്താ റിപ്ലൈ കൊടുക്കുക? ഹായ് അനുപമ ടീച്ചർ എന്നല്ലേ? ഹായ് അനുപമ ടീച്ചർ. പിന്നെ അതിന് റിപ്ലൈ എന്താ കൊടുക്കുക? ടുഡേ 2 of our students came to me. ഇതല്ലേ എഴുതുക. അപ്പോൾ എന്താ ചോദിക്കുക? എന്തിനാ വന്നതെന്നല്ലേ? അല്ലെങ്കിൽ ആരാണ് വന്നതെന്ന് ആദ്യം ചോദിക്കുക. ഹൂ വേർ ദേ? എന്താ ചോദിക്കുക? ഹൂ വേർ ദേ? അപ്പോൾ അവരുടെ പേര് പറയണല്ലേ. അവരുടെ പേരെന്താ? സാഷ ആൻഡ് നവീൻ. എന്താ? സാഷ ആൻഡ് നവീൻ. ഇനി എന്താ ചോദിക്കുക? എന്തിനാണ് വന്നത്? വൈ ഡിഡ് ദേ കം? അതിന് റിപ്ലൈ ആയിട്ട് എന്താ എഴുതുക? They wanted to admit a girl to our school. They wanted to admit a girl to our school. Okay? Oh, no issues. ഒരു കുഴപ്പമില്ല, നമുക്കത് ചെയ്യാം. താങ്ക് യു സോ മച്ച് എന്ന് ടീച്ചർ പറയും. നെക്സ്റ്റ് ആക്ടിവിറ്റി, പുട്ട് എ ടിക്ക് മാർക്ക് അഗൈൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ്. അപ്പോൾ ഇതിൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കൈൻഡായിട്ട് തോന്നുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആയിട്ട് തോന്നുന്നത്, അതിന് ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റ് എന്താ? ഒരു അപ്പൂപ്പനെ ഒരു കുട്ടി സഹായിക്കുകയാണ്, അത് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. പിന്നെ ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുകയാണ്, അത് ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ല. പിന്നെ അടി കൂടുകയാണ്, അതും ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ല. ടി വി കാണുകയാണ്, അതും ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ല. ഒരു ഭിക്ഷക്കാരന്, ഒരു പാവപ്പെട്ട ആൾക്ക് കുട്ടി ബോട്ടിൽ വെള്ളം കൊടുക്കണം, അത് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. പിന്നെന്താ? ഒരു ഇഞ്ചുറി പറ്റിയ ഒരു ആക്സിഡൻറ്റോ മറ്റായ ഒരു പട്ടിക്കുട്ടിയെ ഒരു കുട്ടി സഹായിക്കുകയാണ്, അതും ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആണ്. അപ്പോൾ 3 ആക്ട്സ് ഓഫ് കൈൻഡ്നെസ് ആണ് ഉള്ളത് ഇവിടെ. ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. അപ്പോൾ ഇതൊക്കെ ഓർഡറിൽ എഴുതണം. ആദ്യം എന്താ സംഭവിക്കുന്നത്? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. ഇതല്ലേ ഫസ്റ്റ് സംഭവിക്കുക. അപ്പോൾ ഇത് ആദ്യം എഴുതുക. പിന്നെ സാഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. അതിനുശേഷം സാഷയും നവീനും കവിതയെ കാണാൻ പോകും. അത് സെക്കൻഡ്. അപ്പോൾ എന്തായിരുന്നു കവിത ചെയ്യുന്നുണ്ടായിരുന്നത്? ഷീ വാസ് ക്രാഡ്ലിങ് ഹർ യങ്ങർ ബ്രദർ. ചെറിയ അനിയനെ ഊഞ്ഞാലാട്ടായിരുന്നു. ഇതാണ് മൂന്നാമത്തേത്. പിന്നെ എന്താ വരിക? സാഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ കവിതയ്ക്കൊരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുക്കുകയാണ്. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സാഷ ആൻഡ് നവീൻ. അവസാനമാണ് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത് അല്ലേ ഹെഡ് മാസ്റ്റർ?
അപ്പോൾ ഇതാണ് ഓർഡർ. ഈ ഓർഡറിൽ എടുത്ത് എഴുതുക. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത്? അപ്പോൾ ഇത് കവിതയുടെ അമ്മയും, ഒരു ഡോഗ് ഉണ്ട്, ഒരു ക്യാറ്റ് ഉണ്ട്, ഒരു ടെൻറ്റ് ഉണ്ട്, ഒരു കുഞ്ഞനിയൻ കിടന്ന് ആടുന്നുണ്ട്, ഊഞ്ഞാലാടുന്നുണ്ട്, പിന്നെ 2 പക്ഷികൾ പറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? കവിത is standing beside her mother who is, അമ്മ എന്താ ചെയ്യുന്നത്? who is cooking. There is a cradle tied to the tree, അല്ലേ? to the tree, and her little brother is sleeping in it. ഓക്കെ, ഇനി എന്താ പറയാൻ പറ്റുക? there is a dog and cat waiting for the food. We can also see her tent, അല്ലേ? കവിതയുടെയും അമ്മയുടെ ഒക്കെ ടെൻറ്റും കാണാൻ പറ്റും. We can also see their tent. There are 2 birds flying. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ സീൻ ഡിസ്ക്രൈബ് ചെയ്യുക. ഓക്കെ, 10ാമത്തെ ആക്ടിവിറ്റി എന്താ? റീഡ് ദ സെൻറ്റൻസസ് ഗിവൻ ആൻഡ് മാച്ച് ദം വിത്ത് ദി ഇമോജീസ്. അപ്പോൾ ഫസ്റ്റ് എന്താ? ഹാപ്പിയാണ്. സെക്കൻഡ് സാഡാണ്. 3ാമത്തെ സർപ്രൈസ്ഡ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താ? കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സാഷ. സർപ്രൈസ്ഡ് ആകുമ്പോൾ എന്താ വരിക? സി ആണ് വരിക. സാഷ ആൻഡ് നവീൻ became happy when the headmaster congratulated them. ഹാപ്പി ചെയ്ത എ ആണ്. സാഷ saw the girl in a torn dress. She became sad. സാഡ് ചെയ്താണ് ബി. ഓക്കെ, സോൾവ് ദ പസിൽ. അപ്പോൾ നമുക്ക് ക്രോസ് വേർഡ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് എന്താ? ഡൗൺ ആണല്ലേ. അപ്പോൾ താഴോട്ടുള്ള നോക്കുക. വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ എവിടെയാണ് പഠിക്കാൻ വന്ന? സ്കൂളാണ്. അപ്പോൾ 1 ഡൗൺ അല്ലേ. 1 ഡൗൺ ഏതാ? SCHOOL. 2 a dress for girls. ഡൗൺ 2 എന്താ? S വെച്ചാൽ തുടങ്ങുന്നത്. അപ്പോൾ എന്താണ്? സ്കേർട്ട്. പിന്നെന്താ? എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി. 3ാമത്തേത് F വെച്ച് തുടങ്ങുന്നത് എന്താ? ഫ്രണ്ട് അല്ലേ. FRIENT. പിന്നെന്താ? ടച്ച് ജെൻറ്റ്ലി. മെല്ലെ തൊടുക. എന്താണ്? 5th പാറ്റഡ്. ഇനി എന്താ? അക്രോസ്. ഇനി ഇങ്ങോട്ടുള്ളത് ഇങ്ങനെ പോകുന്നത് നോക്കുക. ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. ക്യൂരിയസ് അല്ലേ. ക്യൂരിയസ്. എ സ്വിങ്ങിങ് ബേബി ബെഡ്. അപ്പം ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ബേബി ബെഡിന് എന്താ പറയുക? ക്രാഡിൽ. ഓക്കെ, ഇനി എന്താ? ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. റൈറ്റ് ദം ബിലോ. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണുള്ളത് ഒരു കിച്ചണിൽ? നമുക്ക് എന്തൊക്കെ എഴുതാം? കുറച്ചൊരു 5-10 എക്സാമ്പിൾസ് നമുക്ക് എഴുതാം. പ്രഷർ കുക്കറുണ്ട് 1. പ്രഷർ കുക്കർ. പിന്നെന്താ? മോപ്പ് ഉണ്ടല്ലേ. ഈ ഒരു പിക്ചർ മോപ്പാണ്. പിന്നെന്താ ഉള്ളത്? ഇതെന്താണ്? ഒരു ബക്കറ്റാണ്. അപ്പോൾ ബക്കറ്റ് എഴുതാം. പിന്നെന്താ ഉള്ളത്? സ്റ്റവ് ഉണ്ടല്ലേ. സ്റ്റവ് എഴുതാം.
പിന്നെന്താ കാണുന്നത്? ഒരു പോട്ട് ഉണ്ടല്ലേ, നമുക്ക് പോട്ട് എഴുതാം. പിന്നെന്താ, കുട്ടിയുടെ കയ്യിൽ നൈഫ് ഉണ്ട്, പിന്നെ സ്പൂൺസ് ഉണ്ട്, വെസൽസ് ഉണ്ട്, ലേഡിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതൊക്കെ എഴുതാം. പോട്ട്, വെസൽ, സ്പൂൺ, ലേഡിൽ എന്ന് വെച്ചാൽ കയ്യിൽ. ഓക്കെ, ലേഡിൽ. പിന്നെ നമുക്ക് പാൻ ഉണ്ടാവും അല്ലേ, പാൻ ഉണ്ടാവും. പിന്നെ സ്പാറ്റുല ഉണ്ടാവും, സ്പാറ്റുല വെച്ച ചട്ടുകം. പിന്നെ എന്തുണ്ടാവുക? ബൗൾസ് ഉണ്ടാവും, പ്ലേറ്റ്സ് ഉണ്ടാവും, നൈഫ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിച്ചണിൽ കാണാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ കുറേ സാധനങ്ങൾ വീട്ടിലെ കിച്ചണിലകത്ത് കയറിയിട്ട് നോക്കി എഴുതുക. ഓക്കെ, പിന്നെന്താ? ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻടു കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സിനൊക്കെ കിച്ചൺ യൂട്ടൻസിലായിട്ടും പിന്നെ ഫുഡായിട്ടും ഫുഡ് ഇൻഗ്രീഡിയൻസ് ആയിട്ടും മാറ്റി എഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഏതൊക്കെയാണ് കിച്ചൺ യൂട്ടൻസിൽ നോക്കാം. സ്പൂണാണ്, പ്ലേറ്റാണ്, പിന്നെന്താ? പ്രഷർ കുക്കറാണ്, ബൗളാണ്, നൈഫാണ്, ഫോർക്കാണ്, കെറ്റിലാണ്, ഫ്രൈങ് പാനാണ്, സീവാണ്. സീവ് എന്ന് വെച്ചാൽ എന്താ? അരിപ്പ. വോക്കാണ്, പിന്നെന്താ? റോളിംഗ് പിന്നാണ്, സ്പാറ്റുലയാണ്, ഗ്രേറ്ററാണ്, ലേഡിലാണ്. പിന്നെന്താ? റൈസ് പോട്ടാണ്, സ്ട്രെയിനറാണ്, ക്ലേ പാനാണ്, എർത്തൺവെയർ ആണ്, കിച്ചൺ സ്റ്റവാണ്, അവനാണ്, ഹേർത്താണ്, ഗ്രൈൻഡിങ് സ്റ്റോണാണ്, സ്കൂപ്പാണ്, മോട്ടാർ ആൻഡ് പെസിലാണ്. പിന്നെന്തൊക്കെയാണ് വരിക? ഇതൊക്കെയാണ് കിച്ചൺ യൂട്ടൻസിൽസ്. ഓക്കെ, ഞാൻ ബ്ലൂവിൽ മാർക്ക് ചെയ്യുന്നതൊക്കെ കിച്ചൺ യൂട്ടൻസിലാണ്. ഇനി ഞാൻ അടുത്തതിനെ ഫുഡ് ഐറ്റമിനെ ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഫുഡ് ഐറ്റം എന്തൊക്കെയാണ്? കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫുഡ് ഐറ്റം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കഴിക്കാൻ പറ്റുന്ന എന്താണ്? ഇതിൽ എന്തെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. ബനാന ഒരു ഫുഡ് ഐറ്റമാണ്, ബോയിൽഡ് റൈസ് ഒരു ഫുഡ് ഐറ്റമാണ്, ഫ്രൈഡ് ഡംപ്ലിങ്സ് ഒരു ഫുഡ് ഐറ്റമാണ്, സ്റ്റീം ഡംപ്ലിങ്സ് ഒരു ഫുഡ് ഐറ്റമാണ്, ബനാന ഫ്രിട്ടേഴ്സ് അത് ഫുഡ് ഐറ്റമാണ്, ബനാന ചിപ്സ്, സ്റ്റീംഡ് റൈസ് കേക്ക് ഒരു ഫുഡ് ഐറ്റമാണ്, ഗീ റൈസ് ഒരു ഫുഡ് ഐറ്റമാണ്, റൈസ് സൂപ്പ് ഒരു ഫുഡ് ഐറ്റമാണ്, സാർഡീൻ ഫ്രൈ ഒരു ഫുഡ് ഐറ്റമാണ്, ലെൻറ്റിൽ ഫ്രിട്ടേഴ്സ് അത് പരിപ്പുവട ഒരു ഫുഡ് ഐറ്റമാണ്, സ്ട്രിങ് ഹോപ്പേഴ്സ് ഒരു ഫുഡ് ഐറ്റമാണ്, ഒരു ശ്രീലങ്കൻ ഡിഷാണ്, കുക്ക്ഡ് റൈസ് ഒരു ഫുഡ് ഐറ്റമാണ്. അപ്പോൾ ഇനി ബാക്കി വരുന്നതൊക്കെ എന്താവും? യെല്ലോയിൽ മാർക്ക് ചെയ്യാം. എഗ് ഒരു ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്, ചില്ലി പൗഡർ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, സോൾട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഷുഗർ ഇൻഗ്രീഡിയൻ്റ് ആണ്, ടീ ലീവ്സ് ഇൻഗ്രീഡിയൻ്റ് ആണ്, കൊറിയാൻഡർ പൗഡർ ആണ്, മിൻറ്റ് ലീവ്സ് ആണ്, സാമ്പാർ പൗഡർ ആണ്, ടൊമാറ്റോ, ജിഞ്ചർ, ഇവ ഒക്കെ എന്താണ്? ഫുഡ് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ബ്ലൂവിൽ മാർക്ക് ചെയ്തതൊക്കെ കിച്ചൺ യൂട്ടൻസിൽസ്. പിന്നെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്? റെഡിൽ മാർക്ക് ചെയ്തതും ഫുഡ് ഇൻഗ്രീഡിയൻസ് യെല്ലോയിൽ മാർക്ക് ചെയ്തതും. ഓക്കെ, അമ്മ ഷെൽ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലോട്ട് എടുത്തോട്ടെ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ എന്താ ഇഷ്ടം? അപ്പോൾ ഇവിടെ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ എഴുതിയിട്ട് ഈ ടോയ്സിന് പകരം എന്തൊക്കെ എഴുതാം? ബുക്സ് എഴുതാം, കളേഴ്സ് എഴുതാം, സ്നാക്സ് എഴുതാം അല്ലേ, സ്റ്റോറീസും എഴുതാം. സ്റ്റോറീസും ഷെയർ ചെയ്യാൻ ഇഷ്ടമായിരിക്കും അല്ലേ ചിലവർക്ക്, കഥകളൊക്കെ. അപ്പോൾ ഈ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് മാറ്റിയിട്ട് ബുക്സ്, കളേഴ്സ്, സ്നാക്സ്, സ്റ്റോറീസ് വിത്ത് മൈ ഫ്രണ്ട്സ് എന്നാക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആക്ടിവിറ്റി. സിമ്പിളായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബൈ.